അപ്പാ എനിക്ക് പാസ്പോർട്ടും PCCയും തരയണമേ. ഭരണകൂടം അവർക്ക് അത് കൊടുത്തു. ഏറെ നാൾ കഴിയും മുൻപേ പാസ്പോർട്ട് കിട്ടിയവൻ വിസ സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ പരദേശികളായി ജീവിച്ചു. വിദേശ നാണയങ്ങൾ സമ്പാദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ആ ദേശത്ത് കഠിനമായ കോവിഡ് ബാധ ഉണ്ടായി. അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ സർക്കാരിനെ ആശ്രയിച്ചു. ആ ദേശത്തെ സർക്കാരാകട്ടെ അവരെ ഗൗനിച്ചതേയില്ല. പനിക്ക് തിന്നുന്ന പാരസിറ്റാമോൾ തിന്ന് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു. എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ നാട്ടിൽ ഭായിമാർ ബിരിയാണി കഴിച്ച് വിശപ്പടക്കുന്നു. ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്ക ചെന്ന് അവനോട് പറയും, അപ്പാ ഞാൻ ഇനി രാജ്യം വിട്ടു പോകൂല. ലേലുവല്ലോ ലേലുവല്ലോ ലേലുവല്ലോ. ഇനി നിന്റെ പ്രജ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ അതിഥി തൊഴിലാളികളിൽ ഒരുത്തരെ പോലെ എന്നെ ആക്കണമേ. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. എയർപോർട്ടിൽ വെച്ച് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ആംബുലൻസിൽ എടുത്തിട്ട് അപ്പൻ തൻ്റെ ദാസന്മാരോട് പറഞ്ഞു, വേഗം മേൽത്തരമായ മാസ്ക് കൊണ്ടുവന്നവനെ ധരിപ്പിക്കുവിൻ. അവൻ്റെ കൈക്ക് അണുനാശിനി അടിച്ച് കൊടുക്കുവിൻ. കാലിന് കുടുക്കിട്ട് അവനെ ക്വാറന്റൈൻ ചെയ്യിപ്പിൻ എന്ന് പറഞ്ഞു. തടിച്ച ബീഫ് കുട്ടിയെ വെട്ടി കമ്മ്യൂണിറ്റി കിച്ചണിൽ കറിയാക്കി കൊണ്ടുവന്ന് അവന് കൊടുക്കുക. അവൻ തിന്ന് ആനന്ദിക്കട്ടെ. ഈ എൻ്റെ മകൻ പരദേശിയായിരുന്നു. അവൻ നമുക്ക് കഞ്ഞി കൊടുപ്പാൻ ഒരു കാലത്ത് $ഡോളേഴ്സ് അയക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ മറക്കുവാൻ പാടില്ല. അവൻ്റെ മൂത്ത മകൻ ഈ സമയം വയലിലായിരുന്നു. അവൻ വന്ന് വീടിന് അടുത്തപ്പോൾ ലോക്ക്ഡൗൺ ആണെന്ന് കണ്ടു. വലിയക്കാരിൽ ഒരുത്തനെ വിളിച്ച് ചോദിച്ചു, ഇത് എന്ത് ആകുന്നു? അവൻ പറഞ്ഞു, നിന്റെ സഹോദരൻ കൊറോണയും കൊണ്ടുവന്നു. നിന്റെ അപ്പൻ അവനെ ബിരിയാണി കൊടുത്ത് കിടത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ചു. അകത്ത് കടപ്പാൻ വയ്യാത്ത അകലം പാലിച്ചു നിന്നു. അവൻ അപ്പനോട് പറഞ്ഞു, എത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു. നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ ഒരു മസാല ബോണ്ട് പോലും നീ എനിക്ക് തന്നിട്ടില്ല. നിന്റെ രാജ്യത്ത് നിൽക്കാതെ വിദേശത്ത് പോയി കോവിഡും പടർത്തിക്കൊണ്ട് നിന്റെ ഈ മകൻ വന്നപ്പോൾ നീ അവനെ ബിരിയാണി വെച്ച് കൊടുത്തിരിക്കുന്നു. അതിനപ്പൻ അവനോട് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നുവല്ലോ. ഇനി വരുന്ന പ്രളയമെല്ലാം നിനക്കുള്ളതാകുന്നു. നിന്റെ ഈ സഹോദരന് മരിച്ചു പോകേണ്ടവനായിരുന്നു. ഇവിടെ വന്നതുകൊണ്ട് വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ട് കിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു.